സൂപ്പർ പടം, സൂപ്പർ പടം. വയലൻസ് 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 അത്രേ ഉള്ളൂ. അതിന് മേളോട്ടൊന്നുമില്ല. വേറൊന്നും പറയാൻ എന്താണ് ഇപ്പൊ അതിന് മേളോട്ടെന്താ പറയാനുള്ളത്? വേറെ ലെവല് പടമാണ്. ക്ലൈമാക്സ് എന്താ പറഞ്ഞേ? സെക്കൻഡ് ഹാഫ് എന്നൊക്കെ പറഞ്ഞ ഫസ്റ്റ് ഹാഫ് ഒരു പയ്യെ തുടങ്ങി ഇന്റർവെൽ വെച്ചിട്ട് അവിടുന്ന് ഒരു പോക്കുണ്ട് പടം എങ്ങോട്ടാ പോന്നേ? അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഈ മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത രീതിക്കുള്ള പടമാണ്. ശരിക്കും നായകൻ ആക്ഷനും വച്ച് സ്റ്റണ്ട് വൈസ് ഓക്കെ ആണെങ്കിലും ഒരു ബുദ്ധിയില്ലാത്ത നായകനാക്കി ആ ക്യാരക്ടർ മാറ്റി. നല്ല കുറെ ഡിസ്റ്റർബിംഗ് സീൻസ് ഇഷ്ടം പോലെയാണ് സിനിമയിൽ. അത് അവിടെ ഞാൻ പറയുന്നില്ല, ഒരുപാട് നന്നായിട്ടുണ്ട്. വളരെ ഓവർവെൽംഡ് ആണ്. അടിപൊളി രക്ഷയില്ല. ഹലോ പടം ഒരു രക്ഷയില്ല. പടം ഇന്റർനാഷണൽ ലെവലിലാണ് എടുത്തേക്കണത്. കുറച്ച് വയലൻസ് ഉണ്ടെന്നുള്ളൂ. ക്ലൈമാക്സിൽ കുറച്ച് വയലൻസ് ഉണ്ട്. ഇത് ഞാൻ പറയുന്ന ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള രീതിയിലാണ്. പടത്തിന്റെ മേക്കിംഗ് ആണെങ്കിലും ഒരു സാധാരണ പ്രേക്ഷകനാണ്. ഇത് പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ഒരു സാധാരണ ഒരു സിനിമാ പ്രേമി എന്നുള്ള രീതിയിൽ പറയണമെന്നുണ്ടെങ്കിൽ പടത്തിന്റെ ലെവല് ഇന്റർനാഷണൽ ലെവലാണ് പടം. ഇത് വേറെ ആരും പറഞ്ഞതല്ല. ഇത് ഞാൻ ടിക്കറ്റ് എടുത്ത് ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് എടുത്ത് എന്റെ സ്വന്തം അഭിപ്രായമാണ്. പടം വേറെ ലെവലാണ്, ഇന്റർനാഷണൽ ലെവലാണ് പടം. ഒരു രക്ഷയില്ല. ക്ലൈമാക്സിൽ കുറച്ച് വയലൻസ് ഉണ്ടെന്നുള്ളൂ. ബാക്കി എവറിത്തിങ് വാസ് ഗുഡ്. കൊള്ളാം. എല്ലാം കൂടെ അടിപൊളിയായിട്ടുണ്ട്. സിനിമ ഒരു അടുത്തൊരു കില്ലുന്ന സിനിമ വേണമെങ്കിൽ ഇതിന് വിശേഷിപ്പിക്കാം. കാരണം സ്റ്റോറിയുടെ കാര്യത്തിൽ ആർക്കും പ്രതീക്ഷ പോകണമെങ്കിൽ വയലൻസ് ആഗ്രഹിച്ച് പോകുന്നവർക്ക് എന്തായാലും നിരാശപ്പെടില്ല. അതാണ് മാർക്കോ. ഒരു അവസാനം ഒരു KGF ലെവലിലാണ് പടം വന്നിരിക്കുന്നത്. ഇന്റർനാഷണൽ കോസ്റ്റ്യൂമില് എന്റെ ഒരു പടത്തിന്റെ ഒരു ഹൈപ്പും പിന്നെ എന്റെ ഒരു ഡ്രീമുമാണ് അഭിനയിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് പടം എനിക്ക് ഓക്കെയാണ്. വൺ ടൈം വാച്ചബിൾ ആയിട്ട് തോന്നി. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. കാരണം സ്റ്റണ്ട് ആയാലും വയലൻസ് ആണ് മെയിൻ ആയിട്ട് സിനിമയിലുള്ളത്. നമ്മൾ കില്ലിലും ആനിമലിലൊക്കെ കണ്ട വയലൻസിനേക്കാളും കുറച്ചുകൂടി കൂടുതലാണ്. നല്ല കുറെ ഡിസ്റ്റർബിംഗ് സീൻസ് ഇഷ്ടം പോലെയാണ് സിനിമയിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു ജോണർ, ആ ഒരു ഏരിയ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നന്നായിട്ട് പടം കണക്ട് ആവും. പക്ഷെ എനിക്ക് വീക്കായിട്ട് തോന്നിയത് ക്യാരക്ടർ ഡെവലപ്മെന്റും സ്റ്റോറിയാണ്. ഇപ്പൊ നായകൻ ഒരു ഹീറോ ആയിട്ടാണ് കാണിക്കുന്നെങ്കിലും ആ കൊടുത്ത ബിൽഡപ്പും നായകന് കൊടുത്ത കുറെ വേർഡ്സ് ഉണ്ട്, വാക്കുകൾ, അതെല്ലാം ഒന്നും പാലിക്കുന്നില്ല നായകനിവിടെ. ശരിക്കും നായകൻ ആക്ഷനും വച്ച് സ്റ്റണ്ട് വൈസ് ഓക്കെ ആണെങ്കിലും ഒരു ബുദ്ധിയില്ലാത്ത നായകനാക്കി ആ ക്യാരക്ടർ മാറ്റി. അത് മാത്രം എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നി. അല്ലാതെ നല്ലൊരു ആക്ഷൻ സീൻസ് പ്രതീക്ഷിച്ച് വന്നവർക്ക് പടം ഓക്കെയാണ്. പടം സൂപ്പറാണ്. മാർക്കോ ഫിലിം കണ്ടു. കാരണം ഒരു കാത്തിരിപ്പായിരുന്നു ഉണ്ണിമുകുന്ദന്റെ സിനിമ കാണാൻ വേണ്ടി. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. മാളികപ്പുറം സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായൊരു പ്രകടനം യൂത്തൊക്കെ ഏറ്റെടുത്തു. പിന്നെ വയലൻസ് ഇച്ചിരി കൂടി പോയിട്ടോ, ഫൈറ്റൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജഗദീഷ് ചേട്ടൻ, അദ്ദേഹത്തിന്റെ അഭിനയമാണ് എടുത്തു പറയേണ്ടത്. കാരണം എന്ന് വെച്ചാൽ വ്യത്യസ്തമായൊരു പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സിദ്ദീഖ് ചേട്ടനാണെങ്കിലും സിദ്ദീഖ് ജഗദീഷ് കോംബോ തന്നെ അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് താരങ്ങൾ ഇതിനകത്ത് വന്നു പോകുന്നുണ്ട്. പിന്നെ ഫൈറ്റ് ഒരു രക്ഷയില്ല. കാരണം ക്ലൈമാക്സിലൊക്കെയുള്ള ഫൈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. എന്തായാലും ആക്ഷൻ ഗംഭീരമുണ്ട്. അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ക്രിസ്മസ് തൂക്കി മാർക്കോ ഉണ്ടായി. ഇനിയും പിടിച്ചാൽ കിട്ടുക. ഉണ്ണിമുകുന്ദന്റെ ലെവല് വേറെയാണ്. എന്തായാലും കുറ്റം പറഞ്ഞവർക്ക് തിരിച്ചടി. നല്ല സിനിമ മാർക്കോ.